ഹായ് 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 മാഷാണ്. അപ്പൊ ഇന്ന് മാഷ് എത്തിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് വരാനിരിക്കുന്ന എക്സാം മാത്സ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ മാത്സിന് വളരെ പ്രധാനപ്പെട്ട സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് മാഷ് വന്നത്. ഈ ചോദ്യം ഇല്ലാത്ത എക്സാം പേപ്പർ ഉണ്ടായിരിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും പ്രധാനപ്പെട്ട ചോദ്യമായിട്ടാണ് മാഷ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ നേരെ നമുക്ക് വീഡിയോട്ട് കിടക്കാം. അതിന് മുമ്പ് മാഷ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ എക്സാമിന് വളരെ പ്രധാനപ്പെട്ട വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല മാർക്ക് കിട്ടുന്ന വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ ഇനി വീഡിയോ നമ്മുടെ 6ാം ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാനും വീഡിയോ ലൈക്ക് അടിക്കാനും വിട്ടുപോരുത്. അപ്പൊ വീഡിയോക്ക് സപ്പോർട്ടിനനുസരിച്ച് കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ചോദ്യം. കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ്. വോളിയം കാണാനുള്ള ചോദ്യമാണ്. ഇവിടെ ഒരു ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിന്റെ ഉള്ളിലുള്ള ലെങ്ത്തും ഉള്ളിലുള്ള ബ്രെഡ്ത്തും ഉള്ളിലുള്ള ഹൈറ്റ്, കുത്തനുള്ള അളവാണ് ഹൈറ്റ്, ഉള്ളിലുള്ള ഹൈറ്റും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ വോളിയം കാണണം, ഇതിന്റെ വ്യാപ്തം കാണണം. എങ്ങനെ വോളിയം കാണുക, എങ്ങനെ വ്യാപ്തം കാണുക? ആ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും, നീളവും വീതിയും ഉയരവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും. എല്ലാവർക്കും അറിയുന്നതാണ്. ലെങ്ത്തിന്റെ അളവും ബ്രെഡ്ത്തിന്റെ അളവും ഹൈറ്റിന്റെ അളവും തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? വോളിയമായി, വ്യാപ്തമായി അല്ലെ. അതിന് വോളിയം എന്തായിരിക്കും? ലെങ്ത് 40 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ, ഹൈറ്റ് 5 സെന്റിമീറ്റർ. വോളിയം 40 × 10 × 5 അല്ലെ. 40 × 10 × 5 എന്താണ്? 40 × 10 ചെയ്താൽ 400 എന്ന് കിട്ടും. ഇന്നൊരു ഇൻറ്റു 5 കൂടെ ഉണ്ടല്ലോ. 400 × 5 ചെയ്താൽ എത്ര ഉത്തരം കിട്ടുക? നമുക്ക് 2000 ഉത്തരം കിട്ടും. അപ്പൊ 2000 ആണ് ഇത് ഈ ടാങ്കിന്റെ വോളിയം, ടാങ്കിന്റെ വ്യാപ്തം. 2000ത്തിന്റെ കൂടെ നമ്മൾ എന്താ ചേർക്കുക? ഇവിടെ നോക്കിക്കേ, ലെങ്ത്തിന്റെയും ബ്രെഡ്ത്തിന്റെയും ഹൈറ്റിന്റെയും കൂടെ നമ്മൾ സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വോളിയത്തിന്റെ കൂടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? അതും നമുക്ക് കൺഫ്യൂഷൻ വരും. വോളിയത്തിന്റെ കൂടെ എന്താ കൊടുക്കുക? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെന്റിമീറ്ററിലാണെങ്കിൽ, നീളവും വീതിയും ഉയരവും സെന്റിമീറ്ററിലാണെങ്കിൽ വോളിയം നമ്മൾ എന്തിലാ പറയാന്നറിയോ? ക്യൂബിക് സെന്റിമീറ്ററിലാണ്. ഒരു ക്യൂബിക് കൂടെ ചേർക്കും. ക്യൂബിക് സെന്റിമീറ്ററിലാണ് നമ്മൾ വോളിയം പറയാ. ഇത് നമുക്ക് ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതാം. സി എന്നിട്ടിട്ട് മുകളിൽ ചെറുതായിട്ട് 3, ഇങ്ങനെയും ക്യൂബിക് സെന്റിമീറ്റർ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇത് സി 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 എന്ന് എഴുതിയാലും ക്യൂബിക് സെന്റിമീറ്റർ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയതാണ്. അപ്പൊ ക്യൂബിക് സെന്റിമീറ്റർ നമുക്ക് ഈ 3 രൂപത്തിൽ എഴുതാം. അതും കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം കിട്ടും, വ്യാപ്തം കിട്ടും അല്ലെ. സെന്റിമീറ്ററിലുള്ള ലെങ്ത്തും സെന്റിമീറ്ററിലുള്ള ബ്രെഡ്ത്തും സെന്റിമീറ്ററിലുള്ള ഹൈറ്റും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ വോളിയം ക്യൂബിക് സെന്റിമീറ്ററിലായിരിക്കും. ഇനി മീറ്ററിലുള്ള ലെങ്ത്തും മീറ്ററിലുള്ള ബ്രെഡ്ത്തും മീറ്ററിലുള്ള ഹൈറ്റും ആണെങ്കിലോ, ഇവിടുത്തെ ഒരു വലിയ കണ്ടെയ്നർ, അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. ലെങ്ത് 8 മീറ്റർ, ബ്രെഡ്ത്ത് 2 മീറ്റർ, പിന്നെ കുത്തിനുള്ളത് ഹൈറ്റ് 4 മീറ്റർ. അപ്പൊ ഇതിന്റെ വോളിയം എന്താണ്, വ്യാപ്തം എന്താണ്? നമുക്കറിയാം. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം കിട്ടും. ലെങ്ത്തും ബ്രെഡ്ത്തും 8ഉം 2ഉം ആണ്, ഹൈറ്റ് 4 ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം കിട്ടും. വോളിയം എന്താണ്? 8 × 2 16, 16 × 4 എത്ര? 64. 64 ആണ് വോളിയം. 64 ക്യൂബിക് സെന്റിമീറ്റർ ആണോ? നേരത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെന്റിമീറ്ററിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ക്യൂബിക് സെന്റിമീറ്ററിലെ വോളിയം എടുത്തത് അല്ലെ. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഇപ്പൊ മീറ്ററിലാണെങ്കിൽ വോളിയം എന്തിലായിരിക്കും? ക്യൂബിക് മീറ്ററിലായിരിക്കും. ഒരു ക്യൂബിക് കൂടെ ചേർത്താൽ വോളിയായി. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മീറ്ററിലാണെങ്കിൽ വോളിയം ക്യൂബിക് മീറ്റർ ആയിരിക്കും. അത് നിങ്ങൾ ആലോചിക്കുക. വോളിയം ക്യൂബിക് മീറ്റർ. ഇതിന് ഷോർട്ട് ആക്കിയിട്ട് നമുക്കിത് ഇങ്ങനെയും കൂടെ എഴുതാം. ഈ 2 രൂപയുള്ളൂ. ക്യൂബിക് സെന്റിമീറ്റർ എഴുതാൻ ഈ 3 രൂപ ഉണ്ട്. ക്യൂബിക് മീറ്റർ എഴുതാൻ ഈ 2 രൂപയുള്ളൂ. അപ്പൊ ഇത് ആലോചിച്ച് വെക്കുക. അപ്പൊ ക്യൂബിക് മീറ്റർ എപ്പോഴാണ് കിട്ടുക? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മീറ്ററിലാണെങ്കിൽ വോളിയം ക്യൂബിക് മീറ്ററിലായിരിക്കും. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെന്റിമീറ്ററിലാണെങ്കിൽ വോളിയം ക്യൂബിക് സെന്റിമീറ്ററിലായിരിക്കും. ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ ആലോചിച്ച് വെക്കാനുണ്ട്. ക്യൂബിക് മീറ്ററിലും ക്യൂബിക് സെന്റിമീറ്ററിലും വോളിയം കിട്ടും നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബിക് മീറ്ററും ക്യൂബിക് സെന്റിമീറ്ററും തമ്മിലുള്ള ബന്ധം എന്താണ്? ക്യൂബിക് മീറ്ററിലുള്ള വോളിയം എങ്ങനെ ക്യൂബിക് സെന്റിമീറ്ററിലാക്കാം? അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ ഒന്നിന്റെ ബാക്കില് 1 2 3 4 5 6 എത്ര 0? 1 2 3 4 5 6. ഒന്നിന്റെ ബാക്കിൽ 6 0 ഇട്ട് കൊടുത്ത അത്രയും ക്യൂബിക് സെന്റിമീറ്റർ ആണ്. സി ക്യൂബിക് സെന്റിമീറ്റർ നമുക്ക് ചുരുക്കിയിട്ട് സി എഴുതാം. അപ്പൊ ഒരു ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ ഒന്നിന്റെ ബാക്കിൽ 6 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ക്യൂബിക് മീറ്റർ ക്യൂബിക് സെന്റിമീറ്റർ ആക്കാൻ ബാക്കിൽ 6 0 ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ നിങ്ങൾ ആലോചിക്കുക. അപ്പൊ 2 ക്യൂബിക് മീറ്റർ എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും? 2ന്റെ ബാക്കില് 1 2 3 4 5 6 0 ഇട്ട് കൊടുക്കുക. ഇത്രയും ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും.
അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ 64 ക്യൂബിക് മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ക്യൂബിക് മീറ്ററിനെ ക്യൂബിക് സെന്റിമീറ്റർ ആക്കാൻ ബാക്കിൽ 6 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ 64 ക്യൂബിക് മീറ്റർ എത്ര ക്യൂബിക് സെന്റിമീറ്ററാ? 64 ബാക്കില് 1 2 3 4 5 6 6 പൂജ്യം ഇട്ട് കൊടുത്തത്. ഇത്രയും ക്യൂബിക് സെന്റിമീറ്റർ ആണ് എന്ത്? 64 ക്യൂബിക് മീറ്റർ. അപ്പൊ ക്യൂബിക് മീറ്ററിന്റെ ബാക്കിൽ 6 പൂജ്യം ഇട്ട് കൊടുത്താൽ ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും. ഞാൻ തിരിച്ചാണെങ്കിലോ ക്യൂബിക് സെന്റിമീറ്റർ എങ്ങനെ ക്യൂബിക് മീറ്റർ ആവുക? അപ്പൊ ബാക്കിലുള്ള 6 പൂജ്യം മായ്ച്ചു കളയണം. ഇത്രയും വലിയ ക്യൂബിക് സെന്റിമീറ്റർ എത്ര ക്യൂബിക് മീറ്റർ ആണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ബാക്കിലുള്ള 6 പൂജ്യം മായ്ച്ചു കളഞ്ഞാൽ മതി. 1 ക്യൂബിക് മീറ്റർ ആണ് ഇത്രയും വലിയ ക്യൂബിക് സെന്റിമീറ്റർ. അതുപോലെ ഇത്രയും വലിയ ക്യൂബിക് സെന്റിമീറ്റർ എത്ര ക്യൂബിക് മീറ്റർ ചോദിച്ചാൽ ബാക്കിൽ 6 പൂജ്യം മായ്ച്ചു കളയാം. ബാക്കിൽ 6 പൂജ്യം മായ്ച്ചു കളഞ്ഞാൽ ക്യൂബിക് സെന്റിമീറ്റർ ക്യൂബിക് മീറ്റർ ആവും. ക്യൂബിക് മീറ്റർ ക്യൂബിക് സെന്റിമീറ്റർ ആവാൻ ബാക്കിൽ 6 പൂജ്യം ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ രൂപമൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ എക്സാമിന് വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ ഇതിൽ തന്നെ എക്സാമിന് വേറെ രൂപത്തിലും ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ലൈവുകളായിട്ട് മാഷ് വരുന്നത് കേട്ടോ. ഞാൻ നമ്മുടെ അനുരക്ത മിസ്സും VGR ഒക്കെ ഉണ്ടായിരിക്കും ലൈവില്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ലൈവ് ക്ലാസ് കാണാൻ നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാം. എക്സാമിന് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. എല്ലാവരും ലൈവിലോട്ട് ജോയിൻ ചെയ്യാനും മറക്കാതിരിക്കുക. വൈകുന്നേരം 7:00 ലൈവ് ഉള്ളത്. സമയം മാറിയിട്ടുണ്ട്. 7:00 ലൈവ് ഉണ്ടാവും. എല്ലാവരും കൃത്യമായിട്ട് കാണാം. എക്സാമിന് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. അപ്പൊ ലൈവ് കണ്ടിട്ട് എക്സാമിന് പോവാം കേട്ടോ. അപ്പൊ എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യേണ്ടി മറക്കണ്ട. എക്സാമിന് തലേന്നും അതിന് മുമ്പത്തെ ദിവസമൊക്കെ വൈകുന്നേരം 7:00 ലൈവ് ഉണ്ടായിരിക്കും. എല്ലാ ലൈവും കൃത്യമായിട്ട് കാണാം. നമുക്ക് തന്നെ ഈ ലൈവിലും അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം. കേട്ടോ. ബൈ ബൈ.